സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയയെയും സ്നേഹിക്കുന്നവർ ഈ സുവിശേഷം അവസാനം വരെ കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. കർത്താവായ യേശു ക്രിസ്തു, പാപമില്ലാത്തവൻ, പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പാപികളായ ഓരോ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട്, പാപമില്ലാത്ത കർത്താവ് പാപികൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലിയർപ്പിച്ചു. എന്നേക്കുമായി പാപത്തിൻ്റെ പിടിയിൽ, ശാപത്തിൻ്റെ പിടിയിൽ അടിമപ്പെട്ട് കിടന്ന മനുഷ്യനെ അവൻ സ്വന്തം രക്തം കൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങി. ഇന്ന് എല്ലാവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു അവകാശവും അവൻ നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയും, വാഗ്ദത്തപ്രകാരം ലോകാവസാനത്തോളം ഓരോ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞത് പ്രകാരം അവൻ്റെ ആത്മാവിനാൽ ഓരോ ദിവസവും ഓരോ സമയവും നമ്മളോടുകൂടെ അവൻ വസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആ കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യമായി ഒരു തിരുവചനഭാഗം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായം, അതിൽ 14-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിളിൽ ഇരിക്കുന്നവർ വായിക്കുക, ഇല്ലാത്തവർ കേൾക്കുക. സ്തോത്രം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ളവനായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിക്കുവാൻ കൃപ നൽകണമേ. എൻ്റെ ആദരത്തിൽ കൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ വചനമായിരിക്കണമേ. അത് കേൾക്കുന്നവർക്ക് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉൾക്കൊള്ളുവാൻ കൃപ നൽകണമേ. ഈ ഭൂമിയിൽ ദൈവപ്രസാദം എങ്ങനെ ഞങ്ങൾ പ്രാപിക്കണമെന്നുള്ള ആലോചന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നൽകണമേ. ഞങ്ങളോടുകൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് തിരുവചന ഭാഗങ്ങൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവർ എടുത്ത് കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എല്ലാം. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിച്ച തിരുവചന ഭാഗത്തിൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെ ഈ ഭൂമിയിൽ അയച്ച് ഈ ഭൂമിയിൽ അവൻ ജന്മമെടുത്ത ആ ഒരു അവസരത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലമെല്ലാം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെന്ന് വച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച ആ അവസരത്തിൽ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂതൻ അവർക്കൊരു ആലോചന കൊടുക്കുകയാണ്. അതാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവരുടെ മുന്നിൽ കർത്താവിൻ്റെ തേജസ് മിന്നി അവരോട് പറഞ്ഞു, ഇതാ
സർവ മനുഷ്യർക്കും, ലോകത്തുള്ള സകല മനുഷ്യർക്കും ലഭിക്കാനുള്ള മഹാസന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പോൾ ഇത് അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ആ മോൾ ഭാഗത്ത് തന്നെ ഒരു വലിയ സ്വർഗീയ ദൂത സൈന്യം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്നു. സ്വർഗീയ സൈന്യം എന്ന് വച്ചാൽ സ്വർഗത്തിലെ എല്ലാ സൈന്യവും എന്തെല്ലാം ഉണ്ടോ എല്ലാം ഈ ദൂതനോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആദ്യം ഒരു മനുഷ്യൻ മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിന് ഒരു വ്യക്തി മഹത്വം കൊടുക്കുമ്പോൾ അവനിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കും. അതിൽ കൂടെ അവന് സമാധാനം ലഭിക്കും. അതുതന്നെയാണ് ഈ തിരുവചനത്തിൻ്റെ ഉൾക്കാഴ്ച. ഇത് വ്യാഖ്യാനിക്കാൻ ഒരുപാടുണ്ട്. നമുക്ക് ഈ വചനത്തിൽ കൂടെ തന്നെ മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇതിൽ കൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ സ്വർഗീയ സൈന്യം എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തി. അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുമാത്രമല്ല, ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ സന്തോഷം, ആ വലിയ സമാധാനം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ടാണ് ലഭിച്ചത്. പഴയ നിയമങ്ങളിലേക്ക് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങളെ എടുത്ത് വായിച്ചു നോക്കുക. അവിടെ ജനങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടായിരുന്നു, എന്ന് അവിടെ കാണുവാൻ സാധിക്കും. ജനം പോയ വഴികളൊക്കെ എങ്ങനെയാണ്, അവർ ഏതെല്ലാം രൂപത്തിലാണ് ജീവിച്ചിരുന്നു എന്നൊക്കെ കാണുവാൻ സാധിക്കും. അതൊക്കെ ബൈബിൾ കടൽ പോലെ കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ അവസരം കിട്ടും പോലെ പോകാം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ തിരുവചനത്തിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്തോഷം ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നാം തയ്യാറാകണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്തോത്രം. എന്താണ് ഈ ഭൂമിയിൽ മനുഷ്യന് കിട്ടേണ്ട ദൈവത്തിൻ്റെ പ്രസാദം? അത് നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ പ്രസാദം നമുക്ക് കിട്ടുക? ഇന്ന് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് കൂടുതലും ഒരുപാട് കാര്യങ്ങൾ, പുണ്യപ്രവൃത്തി ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉരുണ്ട നേർച്ച നടത്തുന്നതും മുടി മൊട്ടയടിക്കുന്നതും, ഇങ്ങനെ മനുഷ്യൻ തേങ്ങ ഉടയ്ക്കുന്നതും നാക്കിൽ ശൂലം കുത്തുന്നതും, ഇങ്ങനെ അങ്ങോട്ട് ശൂലം കുത്തുന്നതും കുത്തിയോട്ടം നടത്തുന്നതും, ഇങ്ങനെ പല പല പ്രവൃത്തി ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കണം. ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും സുഖവും ഐശ്വര്യവും ധനവും മാനവും എല്ലാം ഈ മനുഷ്യന് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ അമ്പലത്തിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നു, ഉരുണ്ട നേർച്ച നടത്തുന്നു,
ശൂലം കുത്തികയറ്റുന്നു, തീയിൽ കൂടെ നടക്കുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം ഈ തൂക്ക നേർച്ചകൾ നടത്തുന്നു. ഒരുപാട് നേർച്ചകൾ, കാഴ്ചകൾ എല്ലാം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവന് ദൈവപ്രസാദം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ്. അല്ലാതെ ദൈവപ്രസാദം ലഭിക്കണം എന്നുള്ള പൂർണ്ണ മനസ്സോടുകൂടെ അല്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവപ്രസാദം ലഭിക്കണം, ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടാകണം, ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല. അവൻ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നമുക്ക് ലഭിക്കണം. അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും, എനിക്ക് ഇത്ര വർഷം കൊണ്ട് കുഞ്ഞുങ്ങൾ ലഭിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇത്ര കടമുണ്ട്, ആ കടം ഒന്ന് തീർന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമുണ്ട്, ആ രോഗം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്യുക. ഒരു നേർച്ച നേർന്നു, അതങ്ങ് ചെയ്യുക. എല്ലാം ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ ദൈവത്തിൽ നിന്നൊരു പ്രസാദം, ദൈവപ്രസാദം നമുക്കുണ്ടാകണം എന്നുള്ള മനോഭാവത്തോടു കൂടി അല്ല. നമ്മളെ കാര്യങ്ങളെ സാധിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യൻ കൂടുതലും ഈ വക കാര്യങ്ങളെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദൈവം, സത്യദൈവം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും എന്ത് തന്നെ ചെയ്താലും, എന്ത് തന്നെ കാട്ടിക്കൂട്ടിയാലും ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും നാം വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ മനുഷ്യന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കും. അത് ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ അന്ധവിശ്വാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ഒരു വിഷയമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ഉള്ള ഈ അമ്മ മാതാവിൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, നാം തീർച്ചയായും നിങ്ങളിത് വീണ്ടും ഞാനിത് പറയേണ്ടതിൻ്റെ കാര്യം, ഈ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും മറുപടി പറച്ചിലും അങ്ങനെയുള്ളതാണ്. അവർ വചനങ്ങളെ എടുത്ത് തിരിച്ച് മറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരെ ചിന്തയെ കുഴപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നാം ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഭൂമിയിൽ ആദ്യം മുതലേ, അതായത് ആദാം മുതൽ ഇന്ന് വരെ, ഇന്ന് ഞാൻ ജീവിക്കുന്ന ഇന്നേ കാലം വരെ എത്ര പ്രവാചകന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്നു? ആദാം അന്ന് പാപം ചെയ്തു, ശരി. അടുത്ത് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. നോഹയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് യാക്കോബ്, ആബ്രഹാം, ഈസാക്ക്, യാക്കോബ്, യോസേപ്പ്, അത് കഴിഞ്ഞിട്ട് മോശെ. അറിയപ്പെടുന്നവരാണ് ഇതൊക്കെ, പ്രധാനമായിട്ട് അറിയപ്പെടുന്നവരാണ് ഇവരൊക്കെ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ്, അതുപോലെ സിംസോൻ, അതുപോലെ പലരും, സഖരിയാവ്, യെശയ്യാവ്, എസെക്കിയേൽ, യെരമ്യാവ്, ഇങ്ങനെ പ്രവാചകന്മാർ ഒരുപാട് പേർ, ഒരുപാട് പ്രവാചകന്മാർ, അതുപോലെ അപ്പോസ്തലന്മാർ, അതുപോലെ മറിയ, അതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും നീണ്ട ഒരു പട്ടിക തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം മരിച്ചുപോയി. ഈ ഭൂമിയിൽ നിന്ന് അവർ നിദ്രയിലേക്ക് പോയി. അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ച് മാത്രം ആദ്യം ചിന്തിക്കുക. അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി. അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഏതെങ്കിലും ഒരു മനുഷ്യൻ
മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് ഇവിടെ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ? എൻ്റെ അപ്പൻ്റെയോ എൻ്റെ അമ്മയുടെയോ ഇല്ലെങ്കിൽ വേറൊരു എൻ്റെ ചിറ്റപ്പൻ്റെയോ എൻ്റെ മുത്തമ്മയുടെയോ എൻ്റെ അമ്മുമ്മയുടെയോ എൻ്റെ അപ്പൂപ്പൻ്റെയോ, അവരൊക്കെ മരിച്ചുപോയവരാണ്. അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ തിരുവചനത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി എടുത്ത് കാണിച്ചു തന്നു. സഭാപ്രസംഗി 12:7 ഞാനത് വ്യക്തമായി പറഞ്ഞു തന്നു. ആത്മാവ് ഉടയവൻ്റെ അടുക്കലേക്ക് പോയി, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി. മരിച്ചുപോയ നിദ്രയിലായ ആബ്രഹാം പിതാവ് വരെ മുകളിൽ പാതാളത്തിലാണ്. പർദീസ എന്ന് പറയുന്ന മുകൾ പാതാളം, താഴെ പാതാളത്തിലാണ് ഭാവിയായ മനുഷ്യർ കിടക്കുന്നത്. ധനവാൻ കിടക്കുന്നതിനെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. അത് അടിപ്പാതാളമാണ്. അവിടെയാണ് വേദനകൾ അനുഭവിക്കുന്ന പാതാളം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആബ്രഹാം പിതാവ് ഇരിക്കുന്നത് മുകളിലാണ്. ആബ്രഹാം പിതാവിൻ്റെ ആത്മാവ് ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു? മോശയുടെ ആത്മാവ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു? പറഞ്ഞു ആരെങ്കിലും? തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. അപ്പോൾ നാം എന്തുകൊണ്ട് ഇതിനെ ഒന്ന് അങ്ങനെ മാറ്റിവെക്കുന്നു? ആരെങ്കിലും വല്ലതും വിളിച്ച് പറയും, അത് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ എന്തിനാണ് നമ്മൾ പോകുന്നത്? നമ്മൾ അത് ആദ്യം ചിന്തിക്കണം. അതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മറിയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായി ഈ ഭൂമിയിലുള്ള മറിയ, അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി, മരിച്ചുപോയി. അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ആരാണ് പറയുന്നത്? ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തിലും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മൾ എടുത്ത് അതിൻ്റെ മുമ്പേ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ അപ്പോസ്തലന്മാർ, അവരുടെ ആത്മാവ് ഈ ഭൂമിയിലുണ്ടോ? പിന്നും എന്തിനാണ് അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്? ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, യേശു ക്രിസ്തു, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. ഇത് മാത്രം പറഞ്ഞത് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നിട്ട് എത്രയോ ദേവന്മാർ വന്നിട്ട് പോയി, എത്രയോ ദേവിമാർ എന്ന് പറയുന്നവർ ഈ ഭൂമിയിലുണ്ട്. എല്ലാവരും വന്നിട്ട് പോയി. ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോയോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്ന ആ ദൈവത്തെ, ആ കർത്താവിനെ നാം വിശ്വസിക്കാതെ ഏവനോ ഒരുത്തൻ, അതായത് ഇന്ന് കാണുന്നവനെ നാളെ കാണാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പേട്ട് മനുഷ്യന്മാരാണ് ഇവർ പറയുന്നതിനെ കേട്ടുകൊണ്ട് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങളെ അനുസരിച്ച്, അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെയും ആരാധിച്ച് അതിനെയും ചുംബിച്ച് അതിൻ്റെ പുറകെ പോകുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായി നിങ്ങൾക്കിത് പറഞ്ഞു തരികയാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അമ്മ, മാതാവ്. ശരി, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ ഭൂമിയിൽ മാതാവേ എന്ന് വിളിക്കുന്നത് നിങ്ങൾ മാത്രമാണോ? അതായത് നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമാണോ മാതാവെന്ന് പറയുന്നത്? എന്നാൽ നിങ്ങൾ കേട്ടോളി, ഞാൻ എൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആഭിചാരം പഠിക്കാൻ എൻ്റെ അപ്പച്ചിയുടെ അടുത്ത് പോയതും അത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ കൂടെ ഉള്ളതെന്താണെന്ന്. ഇനി ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം, ഈ ഭൂമിയിൽ ഹൈന്ദവർ വിശ്വസിക്കുന്ന ഒരു കൂട്ടം അമ്മമാരുണ്ട്. ഭദ്രകാളി അമ്മ, സരസ്വതി അമ്മ, അവരെല്ലാം മാതാവെന്നാണ് വിളിക്കുന്നത്. അമ്മ, മാതാവേ എന്നാണ് തന്നെ അവർ വിളിക്കുന്നത്. പാർവതി അമ്മ. ഇങ്ങനെ ഓരോരോ നാമങ്ങളിലും ഈ ഭൂമിയിലുണ്ട്. അവരും വിളിക്കുന്നത് മാതാവേ എന്ന് തന്നെ, അമ്മയെന്ന് തന്നെ വിളിക്കുന്നത്. ഒരു സംശയവുമില്ല, എല്ലാവരും വിളിക്കുന്നേ. അവരുടെ വിശ്വാസം അതങ്ങനെ ഇരിക്കട്ടെ, അവരുടെ വിശ്വാസം. ഇതുപോലെ ഒരുപാട് പേര് കാളി എന്ന പേരിലുണ്ട്, ഭദ്രകാളി എന്ന് പറയും,
പാർവതി എന്ന് പറയും, ദേവി എന്ന് പറയും, സരസ്വതി എന്ന് പറയും. ഇങ്ങനെ പല പല പേരിൽ ഈ ഭൂമിയിൽ ഈ അമ്മമാരുടെ പേരുണ്ട്, മാതാവിൻ്റെ പേരുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുന്നത് മറിയ മാതാവെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മാതാവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ടോ? എല്ലാവരും മാതാവേ മാതാവേ എന്ന് വിളിക്കുന്നവരാണ്. അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, അവർ മാതാവിനെ വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ചിന്തിച്ചു നോക്കുക. ഈ വിളിക്കുന്നവരുടെ വരുന്ന ആത്മാവ് ഏതൊക്കെയാണ്? അവർ അമ്മയെന്ന് വിളിക്കുന്നു, അവർ മാതാവേ എന്ന് വിളിക്കുന്നു, പേര് മാത്രം മാറ്റി വച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യാനികളായ നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അമ്മ. യേശുക്രിസ്തുവിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നില്ല ആരും, മാതാവേ എന്ന് വിളിക്കും, മറിയെന്ന് വിളിക്കും. മറിയെന്നാരും വിളിച്ച് പ്രാർത്ഥിക്കില്ല, അമ്മയെ മാതാവേ എന്ന് വിളിക്കും. ഇവിടെ മറ്റവരും അമ്മയെന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ടിന് വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട കാലങ്ങൾ താമസിച്ചിരിക്കുകയാണ്. തിരിച്ചറിയേണ്ട കാലം താമസിച്ചു പോയി. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ആലോചന തരികയാണ്. തിരിച്ചറിയേണ്ട സമയം കടന്നുപോയി. കർത്താവ് വരാറായി. കർത്താവായ യേശു ക്രിസ്തു വരാറായി. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രസാദം വേണമെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിന്തയുണ്ടെങ്കിൽ ഈ തെറ്റായ അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുക. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെയും ഇവിടെയും പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിൽ ഒരു സംശയവുമില്ല. ആത്മാവിനെ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണം. ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. ഏത് ആത്മാവും നമ്മളെ സഹായിക്കുന്നതല്ല. ഏത് നാമത്തിൽ നീ വിളിച്ചാലും ശരി, അമ്മയെന്ന് വിളിക്കുമ്പോൾ ഈ അമ്മയുടെ ആത്മാവെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലുള്ള, അതായത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം, യക്ഷി എന്ന് പറയുന്ന ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട്. അത് രൂപപ്പെട്ടത് ഇന്നും ഇന്നലെയുമല്ല. ബിലയാമിൻ്റെ കാലത്ത് മിസ്രൈമിൽ വച്ച് ദേവിമാരെ, അതായത് പ്രഭുക്കന്മാരെയും ദേവിമാരെയും അന്ന് ആരാധിച്ചിരുന്ന പൂജിച്ചിരുന്ന ജനം, അവർ മരിച്ചപ്പോൾ അവരെ അവിടെ നിന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവിടെ വച്ച് ആരാധിച്ച് അവിടെ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ആത്മാവെല്ലാം. ഇത് രൂപപ്പെട്ട് ഇത് ഭൂമിയിൽ തന്നെ കിടക്കുന്നു. ഇതിനെ ഒരു ആത്മാവിനെയും ദൈവം ബന്ധിച്ച് പാതാളത്തിലേക്ക് ഇതുവരെ അടച്ചിട്ടില്ല. അത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരാത്മാവിനെയും, അതായത് സാത്താൻ്റെ തന്ത്രത്തിൽ ഈ ഭൂമിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരാത്മാവിനെയും ബന്ധിച്ച് ഇതുവരെ പാതാളത്തിൽ അടച്ചിട്ടില്ല. സ്തോത്രം. അതെല്ലാം ഈ ഭൂമിയിൽ ബന്ധിച്ചടയ്ക്കാൻ പോകുന്നത് എപ്പോന്നറിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനും മുമ്പായിട്ട് എല്ലാത്തെയും ബന്ധിച്ച് പാതാളത്തിൽ അടച്ചു പൂട്ടും. സ്തോത്രം. പൈശാചിൻ്റെ ദൂതന്മാർ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, പാവം ചെയ്ത ദൂതന്മാരെ പോലും ദൈവം എന്നേക്കുമായി ചങ്ങലയിട്ട് പാതാളത്തിലേക്ക് അടച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൈശാചായവൻ അവൻ്റെ തന്ത്രത്തിൽ രൂപപ്പെടുത്തി അവന് വേണ്ടി ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച ഒരു ഗുണ്ടായിസം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗുണ്ടായിസമാണ് ഈ ഭൂമിയിൽ നിന്ന് നിലനിൽക്കുന്നത്. അവരെ ആരെയും ഇതുവരെ അടച്ചില്ല. എന്നാൽ അവൻ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ എന്നറിയാമോ? സ്വർഗത്തിൽ, അതായത് സഭകളിൽ. അതാണ് എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പോരാട്ടം ഉള്ളത് മാംസരക്തങ്ങളോട് അല്ല. നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോട് അല്ല. പിന്നെയോ
ഇതാ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വായിച്ച് കാണിപ്പിച്ചു തരാം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം, അതിൽ നമുക്ക് കാണാൻ സാധിക്കും. എഫേസ്യർ 6-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. സ്വർഗലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അപ്പോൾ ഈ ദുഷ്ടാത്മാക്കൾ വസിക്കുന്നത് എവിടെന്നറിയാമോ? സ്വർഗലോകത്തിൽ. അതായത് കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലാണ് ദുഷ്ടാത്മാക്കളുടെ വാസം. ദുരാത്മാവെന്ന് പറയുന്ന ഈ ഞാൻ പറഞ്ഞ യക്ഷി എന്ന് പറയുന്ന ഈ ഒരു ജന്മം ഈ ഭൂമിയിലുള്ളത് വേറെ ഒരിടവുമല്ല. കൂടുതലും ഇത് വ്യാപരിക്കുന്നത് സ്വർലോകത്തിൽ. അതായത് കർത്താവിൻ്റെ സഭയിൽ, കർത്താവിൻ്റെ സഭയിൽ ആരാധിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ, ആ ജനങ്ങളോടുകൂടെയാണ് ഈ ദുരാത്മാവ് വാസം ചെയ്യുന്നത്. അതിനെ നമ്മൾ കീഴ്പ്പെടുത്തണം, അതിനെ ജയിക്കണം. അല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യ ജഡരക്തങ്ങളോട് അല്ല. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കൂടെയുമല്ല നമുക്ക് പോരാട്ടം. അവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ ആണ്. ജാതിയോ മതമോ യാതൊന്നും നമ്മുടെ കർത്താവിന് ഇല്ല. എല്ലാവരും നമുക്ക് സഹോദരങ്ങളാണ്. അവരുടെ ഉള്ളിൽ, അവരിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടാത്മസേനകളോടാണ് നമുക്ക് പോരാട്ടം ഉള്ളത്. സഭകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാവ് അത് തന്നെയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ സഭയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട ആത്മാവ് എന്ന് പറയുന്നത്. മരിച്ചുപോയ ഓരോരുത്തരെയും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരിൽ സഭകളിലേക്ക് പ്രവേശിക്കുന്ന ആ ദുരാത്മാവ്, അവരുടെ പേരിൽ സഭകളിൽ പ്രവേശിക്കുന്ന ദുഷ്ട ആത്മാവ്, ആ ദുഷ്ട ആത്മാവിനെ നാം ജയിക്കണം. അതിനെ നാം കീഴ്പ്പെടുത്തണം. അതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കണം. എങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കും എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 28-29 വാക്യം. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 28-29 വാക്യം. ഇതാ ഞാൻ വായിക്കുന്നു, കേട്ടോളുക. യോഹന്നാൻ സുവിശേഷം 6:28-29. അവിടെ ഇപ്രകാരം പറയുന്നു. ഇവിടെ ശിഷ്യന്മാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഓരോ ഇതിലാണ് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ്. അവൻ അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തുള്ളൂ എന്ന് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും കിട്ടേണ്ടതാണ് ദൈവപ്രസാദം. ആ ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റാർക്കും ഒരിടത്തും ഒരു പ്രസാദവും ലഭിക്കത്തില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അത് തന്നെയാണ്. ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അവന് ദൈവപ്രസാദം ലഭിക്കും.
ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വാ കൊണ്ട് പറയുന്നതല്ല വിശ്വാസം. കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുക. പുനരുത്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു വിശ്വസിക്കുക. സ്വർഗത്തിൽ നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞു വിശ്വസിക്കുക. പുനരുത്ഥാനം എന്ന് പറയുന്നത് നീ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറഞ്ഞതാണ്. അവൻ്റെ അതേ പ്രവൃത്തിയിൽ കൂടെ അവൻ വെളിപ്പെടുത്തി തന്നതാണ്. മനുഷ്യനും മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട്, മരണത്തിന് ശേഷം ന്യായവിധിയുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിൽപ്പെടുന്നതാണ്. ഇതൊക്കെ നാം വിശ്വസിക്കണം. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എന്തിനു വന്നു? അതിനെ നാം ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ പാദത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവിൽ എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, സർവ്വതും എൻ്റെ രക്ഷക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവനെ വിശ്വസിക്കുക. അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഇല്ല എന്ന് പൂർണ്ണ ഉറപ്പ് നമുക്ക് വേണം. പ്രിയമുള്ളവരെ, ഇന്ന് എത്ര പേരുടെ അനുഭവ സാക്ഷ്യങ്ങളെ ലോകത്തിൽ കേൾക്കുവാൻ സാധിക്കും. എത്ര പേരുടെ അനുഭവ സാക്ഷ്യങ്ങളെ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ പല സ്ഥലങ്ങളിലും പോയി ദൈവത്തിൻ്റെ പ്രസാദം വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെല്ലാം പോയി അവസാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്ന് മുട്ടുമടങ്ങിയപ്പോൾ ആ കർത്താവിൽ നിന്ന് അവൻ ആഗ്രഹിച്ച എല്ലാം കിട്ടി. ഇന്ന് പ്രിയമുള്ളവരെ, ഇന്ന് പല യൂട്യൂബുകളിൽ തന്നെ പലതും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സുവിശേഷം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ഇറക്കി വിടുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ എഗെയിൻസായിട്ട് ഉടനെ തന്നെ കള്ളസാക്ഷികൾ ഇറങ്ങി. ഒരാൾ വന്ന് പറയും, എനിക്ക് കുഞ്ഞില്ലാതിരുന്നു, ഞാൻ അതിൽ വിശ്വസിച്ചതുകൊണ്ട് അമ്മയെ വിശ്വസിച്ചു, ഉടനെ എനിക്ക് കുഞ്ഞ് കിട്ടി. ഒരാൾ വന്ന് പറയും, എനിക്ക് കടഭാരം മാറിക്കിട്ടി. വേറൊരാൾ വന്ന് പറയും, എനിക്ക് ഇന്നത് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ഉടനെ തന്നെ പിശാച് അതിൻ്റെ സൈഡിൽ കൂടെ അവരെ കള്ളസാക്ഷി പറയാൻ വേണ്ടി കുറേ ആൾക്കാരെ കൂടെ അവിടെ നിയമിച്ച് നിർത്തും. ഇവരറിയുന്നില്ല പാവങ്ങൾ, ഇവരറിയുന്നില്ല ഇവർ പറയുന്നത് ശരിയാണോ എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഏത് ആത്മാവാണ് ഇവരിൽ പ്രവർത്തിക്കുന്നു എന്നവർക്ക് അറിയുന്നില്ല. ഈ ഭൂമിയിൽ മരിച്ചുപോയ വിശുദ്ധന്മാരോ ആരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എത്രയോ സ്ത്രീകൾ ഈ ഭൂമിയിൽ പരിശുദ്ധയായി ജീവിച്ചവരുണ്ട്, എത്രയോ പേരുണ്ട്. പലരുടെ പേരും വിശുദ്ധ ഇതിൽ എഴുതിയിരിക്കുന്നു. രൂത്ത്, എസ്തേർ, അങ്ങനെ ഇങ്ങനെ പല പേരുകളുണ്ട്. ഇവരൊക്കെ ദൈവത്തിന് പ്രസാദമായിട്ടൊക്കെ ജീവിച്ചവരാണ്. അപ്പോൾ പലരും ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടായിരുന്നു. എല്ലാവരും പോയി, എല്ലാവരും ഇവിടെ നിന്ന് പോയി, ആരും ഈ ഭൂമിയിൽ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ വിശ്വാസത്തെ കൊണ്ട് വയ്ക്കുന്നു? ലോകത്തുള്ള സകല മനുഷ്യരും വിളിക്കുന്നതാണ് അമ്മയെ, മാതാവേ, ദേവിയെ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നതാണ്. എല്ലാവരും അവരവർ വിളിക്കുന്നു, അവർ അവിടെ പോകുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുന്നു. ഇപ്പോൾ ദേവിയെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെയും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും. കുറച്ച് ഇതിലേക്ക് അവർക്ക് അവരുടെ വിശ്വാസം അവിടെ പിടിക്കാൻ പറ്റി അവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാവരുടെ അടുക്കൽ പോകുമ്പോഴും അവിടെയും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നാൽ ഏത് ആത്മാവാണെന്ന് തിരിച്ചറിയണം നാം ഓരോരുത്തരും. ഏത് ആത്മാവാണ്? മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല, അവരുടെ ആത്മാവ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഈ ലോകത്തിലുള്ള മനുഷ്യൻ പറയുന്നത് കേട്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോയി നമ്മളെ ജീവിതത്തെ എന്തിനില്ലാതാക്കുന്നു, എന്തിന് നമ്മളെ ജീവിതം നശിപ്പിച്ച് കളയുന്നു? നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ആ നിത്യത അതിലേക്ക് പോകാൻ തടസ്സമായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ എന്തിന് നാം ചുമന്നുകൊണ്ട് നടക്കുന്നു? നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സ്തോത്രം. ഇന്ന് പലർക്കും ആവശ്യം സമാധാനമാണ്.
നാം അത് വായിച്ചു കേട്ടു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് തന്നെ നീ സമ്പാദിച്ചാലും ശരി, എന്ത് തന്നെ നിനക്കുണ്ടായിരുന്നാലും ശരി, ഇട്ടുമൂടാൻ കണക്കായ പണം നിനക്കുണ്ടായിരുന്നാലും ശരി, സമാധാനം എന്ന് പറയുന്ന ഒന്ന് നിനക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പറ്റും. നീ സഞ്ചരിക്കുന്ന കാറിൽ നിനക്ക് സഞ്ചരിക്കാൻ പറ്റും. സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം ഉള്ളിൽ ലഭിക്കണമെങ്കിൽ കിട്ടേണ്ടത് ദൈവത്തിൻ്റെ പ്രസാദത്തിൽ കൂടെയാണ്. അത് തരുവാൻ ഒരേ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ അധികാരമുള്ളൂ. ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു കർത്താവ്. ആ കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം എങ്ങനെ ലഭിക്കും? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവപ്രസാദം. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടും. ഇതിൽ ഒരു സംശയവുമില്ല. അല്ലാതെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദം വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ദാനധർമ്മം ചെയ്താലും, നീ എവിടെ ചെന്ന് നിന്നെ തന്നെ ചുടുവാൻ കൊടുത്താലും, നീ ഈ കാണുന്ന എല്ലാ കോപ്രായങ്ങൾ കാണിച്ചാലും, ശൂലം കുത്തി കയറ്റിയാലും, നാക്കിൽ കൂടെ ശൂലം കുത്തി കയറ്റിയാലും, നീ എന്ത് തന്നെ ചെയ്താലും ശരി, ഇളിയിൽ കൂടെ ശൂലം കുത്തി കയറ്റിയാലും, നീ എന്ത് തന്നെ കാട്ടിക്കൂട്ടിയാലും ദൈവത്തിൽ നിന്നുള്ള ദൈവപ്രസാദം ലഭിക്കത്തില്ല. പ്രിയമുള്ളവരെ, നിനക്ക് ആ അന്നേരം നീ കാണിക്കുന്നതിനുള്ളൊരു തൃപ്തി നിനക്കുണ്ടാകും. നാം ചെയ്യുന്നതിന് തൃപ്തി ഉണ്ടാകും. നാം ഇന്നത് ചെയ്തു എന്നുള്ള ഒരു തൃപ്തി. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്കും ഈ ഇളിയിൽ ഈ കൊരുത്ത് ഇതൊക്കെ വെച്ച് എനിക്കും ചെയ്തിട്ടുണ്ട് അന്ന് ചെറുപ്പത്തിൽ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു തൃപ്തി, മനുഷ്യനൊരു തൃപ്തി എന്ന് പറയുന്നത് കിട്ടും. ദൈവത്തിൽ നിന്നുള്ള നിത്യ സമാധാനം ലഭിക്കത്തില്ല. ദൈവത്തിൽ നിന്നുള്ള ആ പ്രസാദം, ആ അനുഗ്രഹം അത് കിട്ടുകയില്ല. എത്ര തന്നെ ആര് ഏത് രൂപത്തിൽ പറഞ്ഞാലും ശരി, ഇല്ല. അത് തരുവാൻ ഒരേ ഒരു വ്യക്തിക്ക് അധികാരമുള്ളൂ. ഒരേ ഒരു ദൈവത്തിനെ അധികാരമുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സുഖവും സന്തോഷവും സമാധാനവും തരുവാൻ അധികാരമുള്ളൂ, കഴിവുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിയുക. ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അമ്മമാരുണ്ട്. പാർവതി അമ്മ, ദേവി അമ്മ, സരസ്വതി അമ്മ, ഭദ്രകാളി അമ്മ, ഇങ്ങനെ കുറേ അമ്മമാരുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു മറിയ അമ്മ, മാതാവ്, ഇങ്ങനെ പല പല അമ്മമാർ ഈ ലോകത്തിൽ വിളിക്കപ്പെടുന്നുണ്ട്. ഒരമ്മമാരുടെ ആത്മാവും അവരുടെ പേര് മാത്രമേ ഉള്ളൂ. അവരിലേക്ക് വരണത്, അവരെ പേരിൽ വരണത് എല്ലാം അന്യാത്മാവാണ്. യക്ഷി എന്ന് പറയുന്ന ഒരു ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട്. അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആത്മാവാണ് മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് ആ നാമങ്ങളെ എടുക്കുമ്പോൾ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊള്ളുക. അമ്മയ്ക്ക് എല്ലാവർക്കും അമ്മയോട് സ്നേഹമുണ്ട്, എല്ലാവർക്കും ബഹുമാനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും അമ്മയോട് ബഹുമാനമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള പ്രസാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ കൂടെയാണ് ലഭിക്കുന്നത്. അത് പ്രാപിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. സ്തോത്രം സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ പ്രസാദം നേടുക. പ്രിയമുള്ളവരെ, ഇന്ന് എത്ര പേര് ആ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ കഴിയുന്നു, സമാധാനത്തിൽ കഴിയുന്നു. ഒന്നുമില്ല എങ്കിലും ഒരു നേരത്തിൻ്റെ ആഹാരം കഴിച്ചാലും പ്രിയമുള്ളവരെ,
ആ കർത്താവിൻ്റെ സമാധാനം കിട്ടും. സമാധാനം, അതാണ് മനുഷ്യന് വേണ്ട സമാധാനം. നമുക്ക് സുഖനിദ്ര, സുഖമായി കിടന്നുറങ്ങാം, സുഖമായി ഒരു ഭയമില്ലാതെ. ദൈവത്തിൻ്റെ സമാധാനം അത് വലിയതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ സമാധാനം, ആ സമാധാനത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ കടന്ന് എത്രയിടത്ത് ഓടിക്കൊണ്ട് നടക്കുന്നു. ഒരിടവും കിട്ടുന്നില്ല. യഥാർത്ഥ സമാധാനം വേണമെങ്കിൽ ആ കർത്താവിനെ മാത്രം വിളിക്കുക. യേശു ക്രിസ്തുവിൽ മാത്രം വിളിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ച് നോക്കുക, അവനെ മാത്രം വിശ്വസിച്ച് നോക്കുക, അവനെ മാത്രം ചുംബിച്ച് നോക്കുക, അവനെ മാത്രം സ്നേഹിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, ആ നിത്യസമാധാനം നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ ഭവനത്തിലേക്ക് കടന്നു വരും. ആ സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരും. ആ സന്തോഷം നമ്മളിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഭാഗം അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ കൽക്കട്ടയിലുള്ള ആ പ്രധാനമന്ത്രി, അവൾ വിളിച്ചു പറയുന്ന ആ ഒരു ശബ്ദം, അത് പലരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ശബ്ദമാണ്. അവൾ ഹിന്ദിയിൽ പ്രസംഗിക്കുകയാണ്, ഹിന്ദിയിൽ പറയുകയാണ്, പരിശുദ്ധനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഭാവികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. വിളിച്ചു പറയുന്ന ആ ശബ്ദം ഒന്ന് കേട്ടു നോക്കുക. സ്തോത്രം! എത്ര വലിയ ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി, നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം! അത് നാം ഒരിക്കലും മറന്നു കളയരുതേ. അതിനെ മറന്നിട്ട് നാം അന്യദൈവങ്ങളുടെ അടുക്കൽ പോയാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം. നടക്കത്തില്ല എന്നല്ല, നടന്നേക്കാം. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങൾ കാണും, ഇതൊക്കെ സംഭവിക്കും. കർത്താവ് പോലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ട് അതിൻ്റെ പുറകെ പോയി നിങ്ങളെ കണ്ണ് കുരുടാക്കി കളയല്ലേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം! കർത്താവ് നിങ്ങൾക്കതിനുള്ള മാർഗങ്ങളെ കാണിച്ചു തരട്ടെ. ആ വിശ്വാസത്തിൽ നിങ്ങളെ ദൈവം നിലനിർത്തട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് നിങ്ങളെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രത്തോളം ഈ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഞാനിത് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്രയും പേരുകളെ എടുത്ത് ഞാൻ പറഞ്ഞു തന്നത്. ഇത്രയും പേരുകൾ, എന്തെല്ലാം പേരുകൾ ഈ ഭൂമിയിലുണ്ട്. അമ്മ എന്ന് വിളിക്കുന്ന പേര്, എത്ര പേര്! ഇത്രയും പേരുകളെ ഞാൻ എടുത്ത് നിങ്ങൾക്കിത് വ്യക്തമായി പറഞ്ഞു തന്നെങ്കിൽ ഇനി ഇതിനപ്പുറം പറഞ്ഞു തരുവാൻ ഒന്നുമില്ല പ്രിയമുള്ളവരെ, ഒന്നുമില്ല. അമ്മയുടെ പേരിൽ വരുന്നത് പരിശുദ്ധാത്മാവല്ല. അമ്മ ഇവിടെ ഇല്ല. അമ്മയുടെ ആത്മാവ് പൊക്കഴിഞ്ഞു. ആബ്രഹാം പിതാവ് എവിടെയോ അവിടെയാണ്. സ്തോത്രം! പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച ഈ ലോകത്തിൽ ജീവിച്ച എല്ലാ പരിശുദ്ധവാന്കളും എല്ലാവരും അങ്ങ് തന്നെ. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ സമർപ്പിക്കുക. അല്ലാതെ മത്സരിച്ച് ഇവർ ലോകത്തിൽ പറയുന്നവർ കേട്ട് അവരെ പുറകെ പോകണമെങ്കിൽ പൊക്കൊള്ളുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് അന്ന് വിളിച്ചു പറഞ്ഞു. അതുപോലെ ഞാനും എന്ന് പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം! കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം! വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം!